പശ്ചിമേഷ്യയിലെ യുദ്ധം നമ്മുടെ അടുക്കളകളിലേക്കും എത്തിയപ്പോൾ ഉണ്ടായ ആദ്യ ചെറുതായിരുന്നില്ല. ഇപ്പോഴും കരുതലോടെ മാത്രം ഗ്യാസ് ഉപയോഗിക്കുകയും വിറകടുപ്പുകൾ കൂടുതൽ ആശ്രയിക്കേണ്ട സാഹചര്യം ഒഴിഞ്ഞിട്ടുമില്ല. ഇതിനിടയിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇനി പെട്രോൾ വിലയിലും അതിന്റെ ലഭ്യതയിലും സമാനമായ സാഹചര്യം ഉണ്ടായേക്കാമെന്ന്. ഒടുവിൽ പെട്രോൾ വിലയും കൂട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന റീറ്റെയിലറായ നയാര എനർജിയാണ് വില കൂട്ടിയത്. യുദ്ധം ഇനിയും നീണ്ടാൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെന്ന ആശങ്ക ശക്തമായി കഴിഞ്ഞു ജനങ്ങൾക്കിടയിൽ. നയാര പെട്രോൾ വില കൂട്ടിയത് ഏത് സാഹചര്യത്തിലാണ്? പൊതുമേഖലാ കമ്പനികളും വില കൂട്ടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ജനങ്ങളുടെ ആശങ്ക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വിശദമായി ഇന്ന് ഡീകോഡിലേക്ക് പരിശോധിക്കുന്നത്. ആദ്യം ഇന്ധനവില വർദ്ധിപ്പിച്ചത് എത്രയാണെന്ന് നോക്കാം. പെട്രോൾ വില ലിറ്ററിന് 5 രൂപ 30 പൈസയാണ് ഇന്ന് കൂട്ടിയത്. ഡീസലിന് കൂട്ടിയത് 3 രൂപയുമാണ്. രാജ്യത്തെ പമ്പുകളിൽ ഇതോടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പൊതുമേഖലാ കമ്പനികളും ഇത്തരത്തിൽ വില കൂട്ടുമെന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരമാവധി പെട്രോൾ അടിക്കുക അല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കുക എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അത്തരത്തിൽ പല രീതിയിലും രാജ്യത്തിന്റെ പല ഭാഗത്തും പെട്രോൾ പമ്പുകളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇനി നയാര എനർജി എന്താണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന റീറ്റെയിലറാണ് നയാര. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ് നെഫ്റ്റിന് ഓഹരി പങ്കാളിത്തം നയാരയ്ക്കുണ്ട്. രാജ്യത്തുടനീളം നയാരയ്ക്കുള്ളത് 6660 ഔട്ട്ലെറ്റുകളാണ്. വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ് പമ്പുടമകൾ എത്തിയിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പറഞ്ഞ പശ്ചിമേഷ്യയിലെ യുദ്ധം തന്നെയാണ് ഇത്തരത്തിൽ പെട്രോൾ വില കൂട്ടാനുള്ള പ്രധാന കാരണം. യുദ്ധം കാരണം ഹോർമുസ് വഴിയുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സപ്പെട്ടതോടെ യുഎസും ജർമ്മനിയും ഫ്രാൻസും പാകിസ്ഥാൻ തുടങ്ങിയ മിക്ക രാജ്യങ്ങളും ഇന്ധനവില കൂട്ടിയിരുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യം ഇന്ധനവില കൂട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രീമിയം പെട്രോൾ വില കൂട്ടി. ഇതിന് പിന്നാലെയാണ് നയാര വില കൂട്ടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ സാധാരണ പെട്രോൾ ഡീസൽ വില പൊതുമേഖലാ കമ്പനികൾ അന്ന് കൂട്ടിയില്ല എങ്കിലും ഇനി കൂട്ടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതാണ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ഇനി പെട്രോൾ വില കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ടത് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതാണ്. ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധം കനത്തതോടെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു. ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിക്കുന്നു. ഇതോടെയാണ് ക്രൂഡ് ഓയിൽ ആവശ്യത്തിന് ലഭിക്കുന്നില്ല. 2 സാഹചര്യങ്ങളാണ് പെട്രോൾ വില കൂടുക. ഒന്ന്, ക്രൂഡ് ഓയിൽ ആവശ്യത്തിന് ലഭിച്ചില്ല എങ്കിൽ അതിന് ഡിമാൻഡ് കൂടും. ആ ഘട്ടത്തിൽ വില കൂടും. ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന് ലഭ്യമായില്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്രോളിനും വില കൂടും. ഇങ്ങനെയാണ് നിലവിലുണ്ടാകുന്ന സാഹചര്യം. ഇനി ക്രൂഡ് ഓയിൽ വില എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെന്ന് നമുക്ക് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷമാണ് ഇത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നത്. ഫെബ്രുവരിക്ക് ശേഷം കൂടിയത് 50% വരെയാണ് ക്രൂഡ് ഓയിൽ വില കൂടിയത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂഡ് ഓയിൽ വിതരണം കുറയുമ്പോഴും വില കൂടും. ഒപ്പം ക്രൂഡ് ഓയിൽ വില കൂടിയാലും പെട്രോളിന്റെ വില കൂടും. ഇതാണ് സംഭവിക്കുന്നത്. ഇനിയും വില കൂടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക. യുദ്ധം അവസാനിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ പെട്രോളിനും ഡീസലിനും വില ഇനിയും കൂട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യക്ക് ഇത് കൂടുതൽ അപകടമാണ്. കാരണം 88% ക്രൂഡ് ഓയിലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ധനവില കൂടാനുള്ള സാധ്യത തന്നെയാണ് ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. യുദ്ധം അയയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില കുറയും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ ആശങ്കകൾക്കൊന്നും അവിടെ ഇടയില്ല. പക്ഷേ സംഘർഷം ഇനിയും കനക്കുകയാണെങ്കിൽ ഹോർമസ് കടലിടുക്ക് വഴി യാതൊരു വിധത്തിൽ ചരക്ക് ഗതാഗതം നടന്നില്ല എങ്കിൽ ക്രൂഡ് ഓയിൽ വില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയും പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാനുള്ള സാഹചര്യം. ഇത് പെട്രോൾ ഡീസൽ വില മാത്രമല്ല പറയുന്നത്, മറ്റ് പല ഭാഗങ്ങളിലും ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ പറയുന്ന നമ്മൾ പെട്രോൾ ഡീസൽ വില മാത്രമാണ്. ഇനി ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്ന് നോക്കാം. സർക്കാർ ഒരുപക്ഷെ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ പെട്രോൾ വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാജ്യത്ത് ഇന്ധന ടാക്സ് 45 മുതൽ 55% വരെയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുമോ എന്നത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇനി കേന്ദ്രത്തിന്റെ വാദം നമുക്ക് നോക്കാം. കേന്ദ്രം പറയുന്നത് ഇങ്ങനെയാണ്: ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് എന്നാണ് പെട്രോളിയം മന്ത്രാലയം പറയുന്നത്. വില വർധനവ് പിടിച്ചു നിർത്താനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ കേന്ദ്രം നടത്തുന്നുമുണ്ട്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വില പിടിച്ചു നിർത്തുക എന്നത് കേന്ദ്രത്തിന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ യോഗവും ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിമാരുമായി സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനായിരിക്കും ആ യോഗം ഉണ്ടാവുക.